വെൽക്കം യു ആൾ ടു എക്കണോമെട്രിക്ക. ഐ ആം കാവ്യ. അപ്പൊ നമ്മള് മാത്സില് നമുക്ക് ഇനി മാത്തമാറ്റിക്കൽ എക്കണോമിക്സില് പഠിക്കാനുള്ളത് ക്രാമേഴ്സ് റൂൾ ആണ്. അപ്പൊ ഇതുകൂടെ കഴിയുമ്പോഴേക്ക് നമ്മൾ ഡിറ്റർമിനന്റ് ഏരിയ, മെട്രിക്സിന്റെ ഏരിയ, അതുപോലെ തന്നെ ഇൻവേഴ്സിന്റെ ഏരിയ, ഒരു വലിയ ഏരിയ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ക്രാമേഴ്സ് റൂൾ ആണ്. അപ്പൊ സപ്പോസ് നിങ്ങൾക്ക് തരികയാണ് ക്രാമേഴ്സ് ആണെങ്കിലും നോർമൽ മെത്തേഡ്, നമ്മൾ ലൈവിൽ പോയപ്പോ പറഞ്ഞായിരുന്നു, ഇൻവേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇക്വേഷന്റെ ഫോർമാറ്റിലാണ് സപ്പോസ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് 3x plus 2y plus z is equal to 6, 2x minus 3y plus 3z is equal to 2, x plus y plus z is equal to 3. ഇങ്ങനെ ഒരു ഇക്വേഷന്റെ ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളോട് ഇൻവേഴ്സ് കാണാൻ പറയാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ക്രാമേഴ്സ് റൂള് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിനെ ഒന്നിങ്ങനെ എഴുതുവാണ്. 3, ഇനി ഇവിടെ ഈ 2നെ എടുത്തെഴുതി. ഇവിടെ സെഡിന്റെ തൊട്ടടുത്ത് ഒന്നുമില്ല, അപ്പൊ ഞാൻ അതിനെ 1 എന്ന് എഴുതി. ഇനി അടുത്തത് ഇവിടെ 2 എഴുതി. ഇവിടെ -3 ആണ്, അപ്പൊ ഞാൻ -3 അതുപോലെ തന്നെ എഴുതി. ഇവിടെ ഈ 3 എടുത്തെഴുതി. ഇവിടെ x ആണ് തന്നെ, അപ്പൊ തൊട്ടടുത്ത് 1 ഉണ്ട്. ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? എക്സ് വൈ സെഡ് അല്ലെ? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. എക്സ് എഴുതി, വൈ എഴുതി, സെഡ് എഴുതി. which is equal to 6, 2, 3. ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് എ കാണുക. അപ്പൊ ഡിറ്റർമിനന്റ് എ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇതൊന്നുകൂടെ എടുത്തെഴുതാം. ഡിറ്റർമിനന്റ് എ is equal to 3, 2, 1, 2, -3, 3, 1, 1, 1. അതായത് മക്കളെ നമ്മൾ ഈ സാധനം എടുത്തെഴുതിയതാണ്. ഇനി ഞാൻ ആദ്യം 3 വെളിയിലെടുത്തു. സോ നമുക്ക് ആ റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ -3, 3, 1, 1 ആണുള്ളത്. ഇനി മൈനസ് ഇട്ട് 2 ഇട്ടു അല്ലെ? ആ റോയും ആ കോളും എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് 2, 3, 1, 1 ആണുള്ളത്. പിന്നെ നമ്മൾ +1 ഇട്ടു. ആ റോയും ആ കോളും എലിമിനേറ്റ് ചെയ്താൽ 2 - 3, 1, 1 ആണുള്ളത്. ഇനി 3 ഇട്ടു. -3 into 1 -3 ആണ്. മൈനസ് ഇട്ടു. 1 into 3 3 ആണ്. -2 ഇട്ടു. 2 into 1 2 ആണ്. -3 into 1 3 ആണ്. +1 ഇട്ടു. 2 into 1 2 ആണ്. -3 into 1 -3 ആണ്. So 3 into -6 -2 into -1 +1 into 2 + 3. അതെങ്ങനെയാ പ്ലസ്? മൈനസ് അടുത്ത് വന്നപ്പോ പ്ലസ് ആയി അല്ലെ? അപ്പൊ 2 + 3 5 വന്നു. സോ -18 +2 +5 വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാ കിട്ടുന്നത്? നമുക്ക് ആൻസർ -11 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? നമുക്ക് ഇവിടെ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ കിട്ടി. എത്രയാണ്? -11. ഇനി ഡിറ്റർമിനന്റ് A1. അതെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണേ. ആദ്യത്തെ കോളത്തില് നമ്പറുകൾ മാറ്റുക. 3, 2, 1 എന്നുള്ള നമ്പർ മാറ്റി 6, 2, 3 എന്ന് എഴുതുക. 6, 2, 3. എന്താ ചെയ്തത് ടീച്ചർ? ആദ്യത്തെ കോളത്തിലെ വാല്യൂ മാറ്റി. ബാക്കിയുള്ള എല്ലാം അതുപോലെ തന്നെ എഴുതുക. 2 -3 1, പിന്നെ വരുന്നത് 1 3 1 1 3 1. നമ്മൾ വീണ്ടും ഇതേ സംഭവം ചെയ്യാം. 6 എടുത്തു. അപ്പൊ നമുക്ക് -3 3 1 1 മൈനസ് സൈൻ ഇട്ടു 2. അപ്പൊ നമ്മള് 2 3 3 1 +1 ഇട്ടു. അപ്പൊ നമുക്ക് 2 - 3 3 1. ഇനി നമ്മൾ അതിനെ ചെയ്യുമ്പോൾ 6 into -3 അല്ലെ? -3 into 1 -3 -1 into 3 -2 into 2 into 1 2 -3 into 3 9 +1 into 2 into 1 2 -9. അപ്പൊ ഇനി നമ്മള് ഇത് ചെയ്യുമ്പോ എങ്ങനെയാ? 6 into -6 -2 into -7
പ്ലസ് 1 ഇൻറ്റു 11. അപ്പം 6 ഇൻറ്റു -6 30 മൈനസ് 36 പ്ലസ് 14 പ്ലസ് 11. അപ്പൊ ഇത് ചെയ്യുമ്പോ എത്രയാ കിട്ടുക? -11. അപ്പൊ ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് എ എത്ര കിട്ടി നമുക്ക്? -11. ഡിറ്റർമിനന്റ് A1 എത്ര കിട്ടി? -11. ഇനി നമുക്ക് ഡിറ്റർമിനന്റ് A2 കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തെ കോളം നമ്മളുടെ ആ ഇനീഷ്യലി എഴുതിയ ഈ നമ്പർ തന്നെ 3 2 1. അപ്പൊ ഞാൻ അതുപോലെ തന്നെ എഴുതി. രണ്ടാമത്തെ കോളത്തിൽ 6 2 3 എഴുതുക. ഈ 6 2 3 എവിടുന്നാ? ഈക്വൽ ടൂന് ഇപ്പുറത്ത് കിടക്കുന്നത് അല്ലെ. മൂന്നാമത്തെ കോളം 1 3 1. അപ്പൊ ഞാൻ അതുപോലെ തന്നെ എഴുതി. 3 ഞാൻ വെളിയിലെടുത്തു. അപ്പൊ 2 3 3 1 മൈനസ് 6. അപ്പം അത് വരുമ്പം 2 3 1 1 പ്ലസ് 1. സോ 2 2 1 3. അപ്പൊ എങ്ങനെ കിട്ടി? നമ്മൾ ഇവിടെ ചെയ്യുമ്പോ 3 2 3 3 1 മൈനസ് 6 2 3 1 1 പ്ലസ് 1 2 2 1 3. 3 എടുത്തു. 2 2 ഇൻറ്റു 1 2 മൈനസ് 3 ഇൻറ്റു 3 9 മൈനസ് 6 ഇൻറ്റു 2 ഇൻറ്റു 1 2 മൈനസ് 3 ഇൻറ്റു 1 3 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 6 മൈനസ് 2. സോ 3 ഇൻറ്റു -7 മൈനസ് 6 ഇൻറ്റു -1 പ്ലസ് 1 ഇൻറ്റു 6 2 പോയ 4. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യുമ്പോ -21 പ്ലസ് 6 പ്ലസ് 4. അപ്പൊ ആൻസർ എത്രയാ? -11. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് A2 കിട്ടി. എത്രയാണ്? -11 അല്ലെ. ഇനി നമുക്ക് ഡിറ്റർമിനന്റ് A3 കാണാം. അപ്പൊ നിങ്ങൾ സാധാരണ ചിന്തിക്കുക എന്താ വെച്ചാൽ ഡിറ്റർമിനന്റ് A1 ഡിറ്റർമിനന്റ് A2 ഡിറ്റർമിനന്റ് Aയും -11 അല്ലേ, അപ്പൊ അടുത്തതും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് പോകരുത് കേട്ടോ മക്കളെ. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യത്തെ ഏരിയ എഴുതാം. ആദ്യത്തെ ഏരിയ 3 2 1. അതുപോലെ തന്നെ നമ്മൾ എഴുതി. അടുത്തത് ഏതാ വരുന്നത്? 2 3 1. അപ്പൊ 2 3 1 എഴുതി. മൂന്നാമത്തെ കോളം മാറ്റാം. 6 2 3. അപ്പൊ 6 2 3 വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാ? 3 ഞാൻ വെളിയിൽ എടുത്തു. റോയും കോളും എലിമിനേറ്റ് ചെയ്തു. 3 2 1 3 മൈനസ് 2. അപ്പൊ 2 2 1 3 പ്ലസ് 6. അപ്പൊ 2 മൈനസ് 3 1 1. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് 3 മൈനസ് 9 മൈനസ് 2 മൈനസ് 2 6 മൈനസ് 2 പ്ലസ് 6 2 മൈനസ് -3. സോ 3 മൈനസ് 11 മൈനസ് 2 4 പ്ലസ് 6 5. അപ്പൊ നമുക്ക് ഇവിടെ -33 മൈനസ് 8 പ്ലസ് 30 എന്ന് കിട്ടും. സോ ദ ആൻസർ വിൽ ബി -11. അപ്പൊ ശ്രദ്ധിച്ചേ, നമുക്ക് ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ -11, ഡിറ്റർമിനന്റ് A1ന്റെ വാല്യൂ -11, ഡിറ്റർമിനന്റ് A2യുടെ വാല്യൂ -11, ഡിറ്റർമിനന്റ് A3യുടെ വാല്യൂ -11. നമുക്ക് എന്താ മക്കളെ കാണേണ്ടത്? എക്സ് വൈ ഇസഡ് ആണ് അല്ലെ. എന്താ ചെയ്യാ? ഒന്നുമില്ല. എക്സ് കാണാനുള്ള ഫോർമുല ഡിറ്റർമിനന്റ് A1 ബൈ ഡിറ്റർമിനന്റ് A. വൈ കാണാനുള്ള ഫോർമുല ഡിറ്റർമിനന്റ് A2 ബൈ ഡിറ്റർമിനന്റ് A. Z കാണാനുള്ള ഫോർമുല ഡിറ്റർമിനന്റ് A3 ബൈ ഡിറ്റർമിനന്റ് A. -11 ബൈ -11 -11 ബൈ -11 -11 ബൈ -11. അപ്പൊ എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1, സെഡിന്റെ വാല്യൂ 1. ഇത് തന്നെയാണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 3x plus 2y plus z is equal to 6 തന്നിട്ടുണ്ട് അല്ലെ. 3x plus 2y plus നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് z is equal to 6 ആണ്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. 3 into 1, അതായത് എക്സിന്റെ വാല്യൂ ഞാൻ ഇട്ട് നോക്കുക. 2 into 1 plus 1. അപ്പൊ 3 into 1 3, 2 into 1 2 plus 1. ആഡ് ചെയ്ത എത്രയാ? 3 plus 2 5, 5 plus 1 6. ശരിയല്ലേ? സോ ദിസ് ഇസ് ക്രാമേഴ്സ് റൂൾ. അപ്പൊ എന്താ ക്രാമേഴ്സ് റൂൾ ചെയ്യേണ്ടത്? ആദ്യം ഡിറ്റർമിനന്റ് വാല്യൂ കാണുക, തന്നിരിക്കുന്നത് ഫുൾ. അടുത്തത് ഡിറ്റർമിനന്റ് A1 ആവുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ ഈക്വൽ ടൂന് ഇപ്പുറത്തുള്ള നമ്പർ ഇടാം. ഡിറ്റർമിനന്റ് A2 കാണുന്ന സമയത്ത് സെക്കൻഡ് കോളത്തിന്റെ വാല്യൂ ഇടാം. ഡിറ്റർമിനന്റ് A3 കാണുന്ന സമയത്ത് തേർഡ് കോളത്തിൽ വാല്യൂ ഇടാം. എക്സ് വൈ സെഡ് കാണാൻ ഫോർമുല, എക്സിന്റെ ഫോർമുല ഡിറ്റർമിനന്റ് A1 ബൈ ഡിറ്റർമിനന്റ് A. വൈ കാണാനുള്ള ഫോർമുല ഡിറ്റർമിനന്റ് A2 ബൈ ഡിറ്റർമിനന്റ് A. ഇസഡ് കാണാനുള്ള ഫോർമുല ഡിറ്റർമിനന്റ് A3 ബൈ ഡിറ്റർമിനന്റ് A. സോ എല്ലാവർക്കും ക്രാമേഴ്സ് റൂൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഡിറ്റർമിനന്റ്, മെട്രിക്സ്, ക്രാമേഴ്സ്, ഇൻവേഴ്സ് ഇത്രയും ടോപ്പിക് ഞാൻ കവർ ചെയ്തു. റാങ്കും കവർ ചെയ്തു. പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു റാങ്ക് കാണുന്ന സമയത്ത്
ലൈവിന് കയറാൻ പറ്റാത്ത ആളാന്ന് തോന്നുന്നു. ഏത് റോയും കോളവും വേണേ എലിമിനേറ്റ് ചെയ്യാം. ഏത് റോ, ആ ഒരു പെർട്ടിക്കുലർ നമ്പർ വരുന്ന റോയും കോളവും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ. പിന്നെ ആ 6 കിട്ടിയത് എങ്ങനെയാ ചോദിച്ചാൽ നമ്മൾ ആ അവസാനം വന്ന 2 കോളം ഇല്ലേ, ആ ഒരു കോളവും ഒരു റോയും എലിമിനേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ വാല്യൂ കിട്ടിയത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ GK മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യമായിട്ടാണ് എക്കണോമെട്രിക് കാണുന്നതെങ്കിൽ എല്ലാവരും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നും കമന്റ് ചെയ്യുക. താങ്ക് യു ഓൾ.